എവിടെ നിന്ന് വരുന്നു? വിവേകത്തിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ? അത് സകല ജീവികളുടെയും കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്നു. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ വാഴ്ത്തുന്ന കർത്താവേ, സ്തുതിക്കുന്ന രാജാവേ, ഹല്ലേലൂയ. യേശുപ്പാ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, വചനത്തെ അപ്പന്റെ പാദപടങ്ങളിലേക്ക് താഴ്ത്തിക്കൊണ്ട് ഈ പകൽക്കാലം കടന്നു വരികയാണ് പിതാവേ. എന്നെ വാഴ്ത്തി നുറുക്കി തരുമാറാകണമേ കർത്താവേ. നാവോടതരത്തോട് കൂടെ ഇരിക്കണം. ആത്മാവിന്റെ മറവിൽ അപ്പൻ മറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. കടന്നു വന്ന പ്രിയ മക്കളെ സ്വർഗമടന്ന് അനുഗ്രഹിക്കുമാറാകണമേ കർത്താവേ. പ്രത്യേക വിഷയത്തിന്റെ നടുവിലെ ഭാരത്തോടെ ആയിരിക്കുന്ന ഹല്ലേലൂയ തന്റെ മകനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു ലോർഡ്. റമന ഹോഷരി ബാബാ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ. ഹല്ലേലൂയ. എന്റെ പരിസര കോമ്പൗണ്ടിന് മേലെ ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകൽക്കാലം ഇവിടെ വെളിപ്പെടുമാറാകട്ടെ കർത്താവേ. എതിരെ നിൽക്കുന്ന ശത്രു താണ്ഡവങ്ങൾ ഈ പകൽക്കാലം കത്തിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ കരം ഇവിടെ ചലിക്കുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവാലയത്തിന്റെ അങ്കണത്തിൽ തന്റെ കുഞ്ഞുങ്ങൾ ആയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ വിടുതല ആമേൻ വെളിപ്പെടേണ്ടുന്ന ഓരോ മണ്ഡലങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരുവാനായി ഈ പകൽക്കാലം ദൈവത്തോട് യാചിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. എന്റെ മക്കളുടെ കോമ്പൗണ്ടിനെ ചുറ്റും അവിടെ ദൂതന്മാർ ഇറങ്ങുമാറാകട്ടെ. അവിടെ ഒരു തീ മതിൽ വെളിപ്പെടട്ടെ കർത്താവേ. ആമേൻ. താങ്ക് യു ലോർഡ്. തന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ വാടകോരുന്ന ശത്രുവിനെ ഈ പകൽക്കാലം സ്വർഗം ദൂരീകരിക്കുമാറാകണമേ. ആ ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ, അന്ധകാരത്തിന്റെ ഭാര്യകളെ, മനുഷ്യ തോർവാഴ്ചകളെ സ്വർഗത്തിന് ഭൂമിക്ക് നാഥനാകുന്ന യഹോവയുടെ നാമത്തിൽ ഈ പകൽക്കാലം അതിനെ ശാസിക്കുക. ഒരു തീമതല സ്വർഗം കൽപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എതിരെ വ്യാപാരിക്കുന്ന അന്ധകാരത്തിന്റെ ഭാര്യകളെ, ദേശാന്തര വ്യാപാരങ്ങളെ, കുടിയേരപ്പിന്റെ മണ്ഡലങ്ങളെ, മാനുഷ്യമാകുന്ന വെല്ലുവിളികളെ, എതിരുകളെ, എതിർപ്പുകളല്ല യേശുവിന്റെ നാമത്തിൽ ഡഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ആലയത്തെ മുറ്റുമായ പന്നകരങ്ങളെ ഏൽപ്പിക്കുന്നു. കുഞ്ഞുമക്കളെ ഏൽപ്പിക്കുകയാണ് കർത്താവേ. ഈ പകൽക്കാലം കടന്നു വന്നിരിക്കുന്ന സകലരെയും അപ്പന് പാദപീഠങ്ങളിലേക്ക് തരികയാണ് കർത്താവേ. ജ്ഞാനത്തോടെ വിവേകത്തോടെ എഴുന്നേൽക്കുവാൻ ഈ പകൽക്കാലം സ്വർഗം ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കുഞ്ഞുങ്ങളെ ശൈത്യീകരിക്കണമേ, ബലപ്പെടുത്തുമാറാകണമേ. ആത്മാവിന്റെ മറവിലപ്പാ അവിടെ നിന്ന് വരയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുദ്ര വയ്ക്കുക. വചനത്തെ കർത്താവിടെ നിന്ന് വാഴ്ത്തി നുറുക്കി തരികയായി നന്ദി. എഴുതിയും ബലപ്പെടുത്തുന്നതായി നന്ദി. ആദ്യോടുന്ന ദൈവ സാന്നിധ്യം കൊണ്ട് ദൈവം പൊതിയുകയായി നന്ദി. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വചനം പറയുന്നു ഹല്ലേലൂയ. ജ്ഞാനം എവിടെ നിന്ന് വരുന്നു? വിവേകത്തിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ഒരു ദൈവ പൈതലിന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ജ്ഞാനവും വിവേകവുമാണ് ദൈവ പൈതലേ. ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ജ്ഞാനമില്ലാതെ വേണം ഹല്ലേലൂയ അനേകർ ദൈവത്തിന്റെ ഹല്ലേലൂയ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ യോബിന്റെ പുസ്തകം വിളിച്ചു പറയുകയാണ്. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ജ്ഞാനം എവിടെ നിന്ന് വരുന്നു? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ജ്ഞാനം എവിടെ നിന്ന് വരുന്നു? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാട്ട് ജ്ഞാനം എവിടെ നിന്ന് വരുന്നു? ജ്ഞാനം എവിടെ നിന്നാണ് വരുവാനുള്ളത്? ഹല്ലേലൂയ. ജ്ഞാനം എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ തുടക്കം എവിടെ നിന്നാണ് കുറിക്കപ്പെടുന്നത്? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ ഹല്ലേലൂയ 12 മുതൽ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. എന്നാൽ ജ്ഞാനം എവിടെ കണ്ടുകിട്ടും? വിവേകത്തിന്റെ ഉത്ഭവ സ്ഥാനം എവിടെ? അതിന്റെ വില മനുഷ്യൻ അറിയുന്നില്ല. ജീവനുള്ളവരുടെ ദേശത്ത് അതിനെ കണ്ടെത്തുന്നില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അത് എന്നിൽ ഇല്ല എന്ന് ആഴി പറയുന്നു. അത് എൻ്റെ പക്കൽ ഇല്ല എന്ന് സമുദ്രവും പറയുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതെവിടെയാണ് ദൈവ പൈതലേ ഉള്ളത്? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ജ്ഞാനമുണ്ടെങ്കിൽ
പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഈ ലോകത്ത് നടക്കുന്ന ആമേൻ സകല ഈർഷ്യകളും മാറിപ്പോകും, കലക്കങ്ങൾ മാറിപ്പോകും, ഭിന്നതകൾ മാറിപ്പോകും, അഹങ്കാരങ്ങൾ മാറിപ്പോകും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. കള്ളങ്ങളും കാപട്യങ്ങളും മാറിപ്പോകും. ദൈവ പൈതലേ, ജ്ഞാനമുണ്ടെങ്കിൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ജ്ഞാനം അതെവിടെ നിന്നുണ്ടാകുന്നു? ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കാം. ഹല്ലേലൂയ. ജ്ഞാനം എവിടെ നിന്നാണ്? ആമേൻ. ഹല്ലേലൂയ. അത് ഉത്ഭവിക്കുന്നത്, അതിന്റെ സ്ഥാനം എവിടെയാണ്, അതിന്റെ തുടക്കം എവിടെയാണ് എന്ന് നമുക്ക് ഈ പകൽക്കാലം നോക്കാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. വചനം പറയുക. ഹല്ലേലൂയ. ആമേൻ. ആഴി പറയുന്നു അത് എൻ്റെ പക്കലില്ല എന്ന്. സമുദ്രവും പറയുന്നു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സമുദ്രം പറയുക ആമേൻ അത് എൻ്റെ പക്കലില്ല എന്ന്. ആമേൻ. ഹല്ലേലൂയ. ഈ ലോകത്ത് നിന്ന് ആമേൻ ഒഴുകി ചെല്ലുന്ന സകലത്തെയും വലിച്ചെടുത്ത് ആഴക്കടലിലേക്ക് ഇട്ടുകളയുന്ന സമുദ്രം പറയുക ജ്ഞാനം എന്നിലില്ല എന്ന്. പ്രിയ ദൈവത്തിന്റെ പൈതലെ, ഈ ലോകത്തിന്റെ സകല മട്ടുകള് മ്ലേച്ഛതകള് ആമേൻ ഹല്ലേലൂയ വലിച്ചു കുടിക്കുന്ന, ഇളുത്തെടുക്കുന്ന, ആമേൻ ആകർഷിച്ചു പിടിക്കുന്ന സമുദ്രം പറയുക അത് എന്നിലില്ല എന്ന്. ദൈവത്തെ സ്തുതിച്ചാട്ട് ദൈവ പൈതലെ, ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. ദൈവത്തിന്റെ സൃഷ്ടിയാകുന്ന ആമേൻ സമുദ്രം പറയുക അത് എന്നിലില്ല എന്ന്. സകലത്തെയും ഒറ്റ വാക്ക് വിളിച്ചു വരുത്തി കരയെയും കടലിനെയും തമ്മിൽ വേർപിരിച്ച് ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ മാറ്റിയിരിക്കുക. ഹല്ലേലൂയ. എന്നാൽ സമുദ്രം പറയുന്നു അത് എന്നിലില്ല എന്ന്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. മനുഷ്യനെ കർത്താവ് അവന്റെ കരങ്ങൾ കൊണ്ട് മിനയുവാനിടയായി. ഹല്ലേലൂയ. അവന്റെ വായിലെ ശ്വാസമൂതി മനുഷ്യനെ ജീവനുള്ള ദേഹിയാക്കി ഹല്ലേലൂയ നിർത്തുവാനിടയായി തീർന്നു. പ്രൈസ് ഗോഡ്. എന്നാൽ ആമേൻ ഹല്ലേലൂയ നാളുകളിൽ ജ്ഞാനമില്ലാതായി തീരുന്ന ജനതയെ നമുക്ക് കാണുവാൻ കഴിയുക. ഹല്ലേലൂയ. വിവേകമില്ലാത്ത ജനതയെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ ഇത്രത്തോളം മ്ലേച്ഛതകള് ആമേൻ നടമാടുന്നതിന്റെ കാരണമെന്ന് പറയുന്നത് ജ്ഞാനമില്ലായ്ക കൊണ്ട്, വിവേകമില്ലായ്ക കൊണ്ട് അത്രേ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, വിവേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും? പ്രിയ ദൈവത്തിന്റെ പൈതലേ, നമുക്ക് ജ്ഞാനം വാങ്ങുവാൻ കിട്ടത്തില്ല, വിവേകം വാങ്ങുവാൻ കിട്ടത്തില്ല. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ലോകത്തിലെ പലതും വാങ്ങുവാൻ കിട്ടും. ആമേൻ. എന്നാൽ ജ്ഞാനവും വിവേകവും ആമേൻ ഹല്ലേലൂയ ദൈവകൃപയും നമുക്ക് വാങ്ങുവാൻ ഹല്ലേലൂയ കഴിയത്തില്ല. ഈ പകൽക്കാലം വചനം വിളിച്ചു പറയുകയാണ്. ആമേൻ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അതിന്റെ ഹല്ലേലൂയ 18-ാം വാക്യം പറയുന്നു, പവിഴത്തിന്റെയും പളുങ്ങിന്റെയും പേര് മിണ്ടുകയേ വേണ്ട, ജ്ഞാനത്തിന്റെ വില മുത്തുകളിലും കവിഞ്ഞതല്ലോ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഓ റബബ ശുഡമാരബാരബ ശരബ വശരബാരബ. ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. ദൈവത്തിന്റെ പൈതലേ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ഈ ഭൂമിയിലായിരിക്കുന്ന നാം ഹല്ലേലൂയ നമുക്ക് ദൈവം പകർന്നു തന്നിരിക്കുന്ന ആത്മാവിനെ കെടുത്തു കഴിഞ്ഞാൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ നമ്മുടെ ഉള്ളിൽ ദൈവം ജ്വലിപ്പിച്ച ആ തീനാളം കരിന്തിരിയായി മാറിയാൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഇരുളായവൻ നമ്മുടെ മേൽ കയറിയിട്ട് നമ്മെ മുതലെടുക്കുവാനിടയായി തീരും. നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോബിന്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ആമേൻ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. വെളിച്ചമുണ്ട്, പക്ഷേ അത് ശോഭിക്കുന്നത് കാണുന്നില്ല എന്ന്. ഈ പകൽക്കാലം ദൈവാത്മാവ് പ്രാപിച്ച ദൈവത്തിന്റെ പൈതലെ ആമേൻ ഉള്ളിലായിരിക്കുന്ന തീനാളത്തെ
ഈ പകൽക്കാലം ഹല്ലേലൂയ ഒന്ന് വെളിപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവരുമെങ്കിൽ ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. ജ്ഞാനം എവിടെയുണ്ട്, വിവേകം എവിടെയുണ്ട്, പരിജ്ഞാനം എവിടെയുണ്ട്, ദൈവകൃപ എവിടെയുണ്ട് എന്ന് ഈ പകൽക്കാലം ഹല്ലേലൂയ ആമേൻ നമുക്ക് തന്നെ അത് ആമേൻ അറിയുവാനായി കഴിയും, പഠിക്കുവാനായി കഴിയും. നമ്മുടെ ഹല്ലേലൂയ മേലത് ഹല്ലേലൂയ വെളിപ്പെടുന്നത് നമുക്ക് ആമേൻ അനുഭവിച്ചറിയുവാൻ കഴിയും. പ്രിയ ദൈവത്തിന്റെ പൈതലേ ഹല്ലേലൂയ തീനാളങ്ങൾ ജ്വലിക്കണം. അതൊരിക്കലും കരുതിരി കത്തുവാൻ നാം അവസരം കൊടുക്കരുത്. നാം കൂട്ടായ്മ ആചരിക്കണം, ദൈവവുമായി അടുത്തിരിക്കണം, ദൈവ മക്കളുമായി ഹല്ലേലൂയ സഹകരിച്ച് ആ ദൈവ സ്നേഹത്തെ നിലനിർത്തണം. ആത്മാവിന് ആവശ്യമായ ഭക്ഷണം നാം കൊടുക്കണം. ഹല്ലേലൂയ ഇവിടെ വചനം പറയുന്നു ഹല്ലേലൂയ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു, വിവേകത്തിന്റെ ഉത്ഭവസ്ഥാനം എവിടെ? ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ജ്ഞാനം എവിടെ നിന്ന് വരുന്നുവെന്ന് നമുക്ക് ഹല്ലേലൂയ അതിന്റെ 28-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം നമ്മെ പഠിപ്പിക്കുക. ഹല്ലേലൂയ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു? കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഒരു ദൈവ പൈതലിന്റെ ഭക്തിയാണ് ജ്ഞാനമെന്ന് വചനം പഠിപ്പിക്കുന്നു. ദോഷം അകന്നു നടക്കുന്നത് തന്നെ വിവേകം. ഹല്ലേലൂയ ദോഷം അകന്നു നടക്കുന്നത് തന്നെ വിവേകം. ഹല്ലേലൂയ താങ്കളോട് ഹല്ലേലൂയ മനസ്സിലായവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൈവത്തിന് ഹല്ലേലൂയ മഹത്വം കൊടുത്താട്ട്. ജ്ഞാനം എവിടെ നിന്ന് വരുന്നു, വിവേകം എവിടെ നിന്ന് വരുന്നുവെന്ന് 28-ാം വാക്യത്തിൽ നാം കേട്ടു. ഹല്ലേലൂയ കർത്താവിനോടുള്ള ഭക്തി തന്നെയാണ് ആമേൻ ജ്ഞാനം എന്ന് പറയുന്നത്. ദോഷമകന്നു നടക്കുന്നതാണ് വിവേകമെന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദോഷം അകന്ന് വിട്ട് നടക്കുന്നത്. ഹല്ലേലൂയ ആമേൻ താങ്ക് യു ജീസസ്. ഓറബബ റിബക്ഷാരബ ദോഷത്തിലേക്ക് നമ്മുടെ കാലുകൾ ഓടരുതേ ദൈവമക്കളെ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ പെട്ടെന്നുള്ള വേഗത കൊണ്ട് ഒരു പ്രതിസന്ധികളിൽ നാം എടുത്തു ചാടുവാൻ പാടില്ല. പ്രൈസ് ടു ജീസസ്. ഓറമാനഗക്ഷസ്യാരബ വശാരബാരബക്ഷാരബ ഉടമാനഗക്ഷസ്യാരബ ഉടവാരബാരബക്ഷാരബ ദോഷങ്ങൾ നമ്മെ വിട്ടു മാറണം. ഈ പകൽക്കാലം ഹല്ലേലൂയ ദൈവ പൈതലിനെതിരെ, ദൈവ മക്കൾക്കെതിരെ ഏതെങ്കിലും ദോഷവശങ്ങൾ ചുറ്റി വളയുന്നുവെങ്കിൽ അത് ഈ പകൽക്കാലം മാറിപ്പോകണം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അതിനാണ് ഇന്ന് പകൽക്കാലം ഈ ദൈവത്തിന്റെ വചനം നമുക്ക് ദൈവം പകർന്നു തന്നിരിക്കുന്നത്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ 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 വചനം പറയുന്നു ദോഷമകന്നു നടക്കുന്നത് തന്നെ വിവേകം. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ പ്രതികൂലമുണ്ടെന്ന് കണ്ടാൽ നാം അത് മാറി കടന്നു പോകണം. നേരെ ചെന്ന് എടുത്തു ചാടുവാൻ പാടില്ല, നേരെ ചെന്ന് പ്രതികരിക്കുവാൻ പാടില്ല, നേരെ ചെന്ന് സംസാരിക്കുവാൻ പാടില്ല. ആമേൻ നാം മാറി കടന്നു പോകണം. ആത്മാവ് ഇന്ന് പകൽക്കാലം ഉപദേശിക്കുകയാ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദോഷമുണ്ട് എന്ന് കണ്ടാൽ, പ്രതിസന്ധി ഉണ്ടെന്ന് കണ്ടാൽ, ആമേൻ ഹല്ലേലൂയ അപകടമുണ്ടെന്ന് കണ്ടാൽ, ഹല്ലേലൂയ വീഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന് കണ്ടാൽ, ആമേൻ വക്രത അവിടെ ഉണ്ടെന്ന് കണ്ടാൽ, ആമേൻ മാറിക്കടന്നു പോകണമേ ദൈവത്തിന്റെ പൈതലേ. ഹല്ലേലൂയ അതാണ് ഒരു ദൈവ പൈതലിന്റെ വിവേകമെന്ന് വചനം പറയുക. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ എത്ര പേർ ഈ പകൽക്കാലം ദോഷം വിട്ടു നടക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ശത്രുവിനോട് കൂടെ എതിരിടുവാനല്ല. ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആ വഴിയൊന്ന് മാറി പോകുവാൻ. ആമേൻ ഹല്ലേലൂയ ആ ചിന്താമണ്ഡലം ഒന്ന് മാറ്റിമറിച്ച് ആമേൻ ഹല്ലേലൂയ ഓ ദൈവത്തിന്റെ വഴിയിലേക്ക് വരുവാൻ, ജ്ഞാനത്തിലേക്ക് വരുവാൻ, ദൈവകൃപയിലേക്ക് വരുവാൻ, ദൈവ സന്നിധിയിലേക്ക് വരുവാൻ, ദൈവത്തിന്റെ പ്രമാണത്തെ ഓർത്ത് ഹല്ലേലൂയ മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവാൻ ഈ പകൽക്കാലം എത്ര പേർക്ക് കഴിയും? പ്രൈസ് ഗോഡ് ഹല്ലേലൂയ യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവ പൈതലേ നാം ചെയ്യണ്ട. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ നാം ദോഷം വിട്ടു നടക്കുക. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ
ശത്രുവിന്റെ കെണിയിൽ അകപ്പെടാതെ വേണം. അവന്റെ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, താവളത്തിൽ അകപ്പെടാതെ വേണം. ശത്രു വരിക്കുന്ന കെണിയിൽ കുരുങ്ങി പോകാതിരിക്കുവാൻ വേണം. ആമേൻ വഴിമാറി നടക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതാണ് ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് തരുന്ന ആലോചന എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ഈ ആമേൻ വാക്യത്തെ, ഈ പ്രമാണത്തെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സംഗ്രഹിക്കുക, അതിനെ ഉരുവിടുക, അതിനെ ഹല്ലേലൂയ അനവധി പ്രാവശ്യം നിങ്ങളുടെ നാവിന്മേൽ എടുക്കുക. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മെ ചുറ്റി വളയുന്ന ശത്രുക്കൾ ഹല്ലേലൂയ ചിതറി പോകണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ സ്വാഗതം ചെയ്യുക, ആലിംഗനം ചെയ്യുക. ആമേൻ. അതിനെ ഹല്ലേലൂയ ഉരുവിട്ട് ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവം ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ കാര്യവിചാരകത്തെ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ നടുവിൽ കടന്നു വരുവാനിടയായി തീരും. ഹല്ലേലൂയ, ആമേൻ. നാം യുദ്ധം ചെയ്യേണ്ട, യുദ്ധം യഹോവയ്ക്കുള്ളത് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദോഷം അകന്നു നടക്കുന്നത് തന്നെ വിവേകമെന്ന് അവൻ മനുഷ്യനോട് അരുളി ചെയ്തു. ഹല്ലേലൂയ. മൃഗങ്ങളോടല്ല അരുളി ചെയ്തത്, മനുഷ്യനോട് അരുളി ചെയ്തു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മനുഷ്യനെ മാത്രമാണ് എൻ്റെ അപ്പൻ കരങ്ങൾ കൊണ്ട് മെനഞ്ഞത്. കർത്താവിൻ്റെ പദ്ധതിക്ക് വേണ്ടി, കർത്താവിൻ്റെ വേല ചെയ്യുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ വേണ്ടി ദൈവം നമ്മെ മെനഞ്ഞുവെങ്കിൽ ആമേൻ ആ കർത്താവിൻ്റെ വഴികളെ തന്നെ നാം തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ, ആമേൻ ശത്രുവിനെ നമ്മോട് കൂടെ നിരപ്പാക്കി തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, ആമേൻ ശത്രുവിനെ മിത്രമാക്കി തരുവാൻ കഴിയും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. നീ നോക്ക്, ദുഷ്ടനെ ഇവിടെ കാണുകയില്ല എന്ന് പ്രമാണത്തിൽ വാക്യമുണ്ട്. ദൈവ പൈതലേ, ഈ പകൽക്കാലം ഹല്ലേലൂയ ഏത് സാഹചര്യമാണ് എന്നെയും നിങ്ങളെയും ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഈ വിശുദ്ധ പകൽക്കാലം അലട്ടിക്കൊണ്ടിരിക്കുന്നുവോ ആ വിഷയത്തിന്റെ നടുവിൽ ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൈവം ഇറങ്ങി വരുന്നൊരു പകല ദൈവം ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യുന്ന പകലാണ്. മിണ്ടാതിരുന്നു ദൈവം എന്നറിഞ്ഞുകൊള്ളുവാൻ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. 133 സങ്കീർത്തനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു എന്ന്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ആമേൻ. ദൈവത്തെ ആരാധിക്കുന്നത്, കൂടി വരുന്നത് അത് എത്രയോ മനോഹരം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അതിനെതിരെ വാടകോരുന്ന ശത്രുവിന്റെ ഇരിപ്പിടങ്ങളെ ഇളക്കി മറിക്കുന്ന ഒരു കർത്താവുണ്ട്. ദൈവ പൈതലേ, ആമേൻ ഹല്ലേലൂയ. ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ ആരാധിച്ച് ദൈവസന്നിധിയിൽ ആമേൻ ഹല്ലേലൂയ സ്നാനപ്പെട്ട അപ്പനുറുക്കൽ ശുശ്രൂഷ ചെയ്ത ഒരു അപ്പത്തിന്റെ അംശികളും ആമേൻ പാനപാത്രത്തിന്റെ ഓഹരിക്കാരുമായിരിക്കുന്നവർ ഈ നാളുകളിൽ ദൈവജനത്തിനെതിരെ പൊങ്ങി വരുന്നുവെങ്കിൽ ഓർത്തുകൊള്ളണമേ. ഹല്ലേലൂയ, അവരുടെ വീഴ്ചയ്ക്ക് ഹല്ലേലൂയ സമയമായി കൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവാം ദൈവം ഈ പകൽക്കാലം ഹല്ലേലൂയ വിളിച്ചു പറയുക, അവരുടെ വീഴ്ചയ്ക്ക് സമയമായിരിക്കുന്നു. നീ മിണ്ടാതിരുന്ന് ദൈവം എന്നറിഞ്ഞുകൊള്ളുവാൻ ആമേൻ നാവിന്മേൽ ഹല്ലേലൂയ ദൈവം ഇടപെടുക. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ പ്രതികൂലങ്ങളിലേക്ക് എടുത്തു ചാടാതെ വേണം ജ്ഞാനമുള്ളവരായി വിവേകമുള്ളവരായി ഈ ദിനങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഉറപ്പോടെ ധൈര്യത്തോടു കൂടി ആയിരിക്കാം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. മോശ പറഞ്ഞതുപോലെ ഹല്ലേലൂയ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാം. യഹോവ ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവേൻ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവം ചെയ്യുവാനിരിക്കുന്ന രക്ഷയെ കണ്ടുകൊള്ളണം. അതറി ആമേൻ ഹല്ലേലൂയ കാണുന്നത് വരെയും അനുഭവിക്കുന്നത് വരെയും ദൈവസന്നിധിയിൽ നിഷ്കളങ്കതയോടായിരിക്കണം. ആമേൻ. അവരാണ് ദൈവ പൈതൽ, അവരാണ് വിളിക്കപ്പെട്ടവർ, അവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ. ആമേൻ. അവരാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടം.
പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ആമേൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടമേ എന്നുള്ള വിളിക്കുന്ന യോഗ്യതയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ജീസസ്. ഹല്ലേലൂയ. വചനം പറയാണ്. ഹല്ലേലൂയ. ഉറമാന ബാരി ബഷറബ വഷറബ റബഷറബ. ഹല്ലേലൂയ. ഹല്ലേലൂയ. 29 ആമേൻ 15 വാക്യം പറയുന്നു, ഞാൻ കുരുടന് കണ്ണ് മുടന്തന് കാലുമായിരുന്നു, ദരിദ്രന്മാർക്ക് ഞാൻ അപ്പനായിരുന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കുരുടുകളെ മാറ്റിയവൻ, ഹല്ലേലൂയ, നമ്മുടെ ദാരിദ്ര്യത്തെ മാറ്റിയവൻ, പ്രൈസ് ഗോഡ്, നമുക്ക് അപ്പനായിരുന്ന കർത്താവ്. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവൻ പോകുന്നത് വരെയും നമ്മുടെ അപ്പൻ തന്നെ ആയിരിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ജീസസ്. ഹല്ലേലൂയ. അങ്ങനെ സേവിക്കുന്നവരുടെ മേലാണ് ദൈവപ്രസാദം വെളിപ്പെടുന്നത്. ആ അപ്പനെ, ആ പിതാവിനെ ആമേൻ മാറോടണച്ചുകൊണ്ട് ഈ പകൽക്കാലം ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ ചിന്തനങ്ങളെ, നിലവുകളെ, ഭാരങ്ങളെ ഇറക്കി വച്ച് ആ കർത്തൃകാവിന്റെ ഹല്ലേലൂയ കരങ്ങളിൽ, ആ കർത്തൃകരങ്ങളിൽ കൊടുത്തുകൊണ്ട് ആമേൻ ഹല്ലേലൂയ നമ്മിൽ നിന്ന് ഇന്ന് പകൽക്കാലം കണ്ണൂർ തുള്ളികൾ വാർത്തൊഴുകുമെങ്കിൽ പ്രൈസ് ജീസസ് ഹല്ലേലൂയ ഈ കണ്ണുനീർ മാറി കടന്നു പോകാത്ത ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ജീസസ് ഹല്ലേലൂയ. ദൈവത്തെ പിടിച്ചു നിർത്തുന്ന ഒന്നാണ് കണ്ണുനീരെന്ന് പറയുന്നത്. അത് മന്ത്രവാദത്തെക്കാൾ വലുതാണ്, ആഭിചാരത്തെക്കാൾ വലുതാണ്. പരിശുദ്ധാത്മ വിളിച്ചു പറയുക, അത് ഏത് ഹല്ലേലൂയ ശൂദ്ര പ്രയോഗത്തെക്കാൾ വലുതാണ്. ആമേൻ. ദൈവസന്നിധിയിൽ ഒരു ദൈവ പൈതലിന്റെ ആമേൻ ഹല്ലേലൂയ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീർത്തുള്ളികൾ മനമുരുകി കരയുന്ന ആ വിഷയത്തിന്റെ നടുവിൽ ഇറങ്ങി വരുന്നവനാണ് കർത്താവ്. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ വിഷയം എന്താണെന്ന് കണ്ട് ആമേൻ അതിന് മറുപടി തന്ന് കടന്നു പോകുന്നവനാണ് ദൈവം. ഹന്നയുടെ കണ്ണുനീർ കണ്ട് ഉത്തരം കൊടുത്തൊരു കർത്താവ് ഈ പകൽക്കാലം ഇവിടെയുണ്ട്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? ഒരു കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. വെറുതെ അല്ല പറയുന്നത്. ഈ പകൽക്കാലം നിങ്ങൾ ഈ ആലയത്തിൽ കണ്ണുനീർ തുള്ളികൾ തൂകുമെങ്കിൽ ഹല്ലേലൂയ ദൈവം അനുകൂലമായി ഇറങ്ങി വരും. ദൈവം നിങ്ങളുടെ വിഷയത്തിന്റെ നടുവില് ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം അവൻ ശൈത്താൻ തന്നെയാണ്. ഹല്ലേലൂയ. നമ്മെ വെറുതെ വിട്ടേച്ചു പോകുന്ന കർത്താവല്ല, നമ്മെ വഴിയിൽ വിട്ടേച്ചു പോകുന്നവനല്ല, നമ്മെ ഏകരായി ഹല്ലേലൂയ ഉപേക്ഷിക്കുന്നവനല്ല. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. നമ്മെ തള്ളി പറയുന്ന കർത്താവല്ല, നമ്മെ ഉപേക്ഷിക്കുന്നവനല്ല, നമ്മെ മാറ്റി നിർത്തുന്നവനല്ല, നമ്മെ മാറോടടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ ഹല്ലേലൂയ കണ്ണുനീരോടുകൂടെ ഹല്ലേലൂയ വിതയ്ക്കുന്നവർ ആർപ്പോട് കൊയ്തെടുക്കുമെന്ന വചനപ്രകാരം ഹല്ലേലൂയ കറ്റ ചുമന്നും കരഞ്ഞുകൊണ്ട് വന്നവർ ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അവർ ആർത്തുകൊണ്ട് ഹല്ലേലൂയ ആമേൻ നന്മ ചുമന്ന് കൊയ്തെടുക്കുവാനിടയായി. ആമേൻ. ഒരു ആർപ്പിന്റെ ഹല്ലേലൂയ, ഒരു ആനന്ദത്തിന്റെ ഹല്ലേലൂയ, ഒരു കൊയ്ത്തിന്റെ ഹല്ലേലൂയ, ഒരു സന്തോഷത്തിന്റെ ഹല്ലേലൂയ ആർപ്പ് വിളി മുഴങ്ങണമോ? ആമേൻ ഹല്ലേലൂയ. നാം കരയേണ്ടതുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ കലങ്ങിയിരിക്കുമ്പോൾ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ പ്രാവിന്റെ കണ്ണുപോലെ ആമേൻ പലപ്പോഴും നാം ആമേൻ കരഞ്ഞും ഞരങ്ങിയും നീറിയും പുകഞ്ഞും നമ്മുടെ കണ്ണുകൾ ഹല്ലേലൂയ ചുവന്നിരിക്കുമ്പോൾ കർത്താവ് കാണുന്നില്ല എന്ന് ഓർക്കണ്ട. ഈ പകൽക്കാലം നമ്മുടെ ഓരോ തുള്ളി കണ്ണുനീരും തുരുത്തിയിലാക്കി വെക്കുന്ന യഹോവ ഇവിടെയുണ്ട്. ഹല്ലേലൂയ. ഈ ആലയത്തിന് അങ്ങടത്തി വീഴുന്ന ഓരോ കണ്ണുനീർ തുള്ളിക്കും മറുപടി തന്ന് സഹായിക്കുന്ന ക്രിസ്തുവിനെ ആമേൻ ഹല്ലേലൂയ ചേർത്തുകൊണ്ട് നമുക്കായിരിക്കാം. ദൈവം നമ്മെ വിടുവിക്കുമാറാകട്ടെ. കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം, ആമേൻ ദോഷം അകന്ന് നടക്കുന്നത് തന്നെ വിവേകം. ഹല്ലേലൂയ. ഇവ രണ്ട് വിട്ടുകളയാതെ വണ്ണം ദൈവസന്നിധിയിൽ വിശ്വസ്തയോട് നിൽക്കുവാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ. ആമേൻ.